ശ്രീ മാരിമന്തി വിഷയത്തിലെ നവരാത്രി മഹോത്സവം 5ാം ഉത്സവ ദിവസമായ ഇന്നേ ദിവസം ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നു ഭക്തി നിർഭരമായ ഒരു സംഗീതാർച്ചന ദേവിക്ക് കാഴ്ചവെച്ച ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്ര ദർശന സമിതി അംഗങ്ങൾക്ക് ആസാമം ശ്രീ മാരിയമ്മൻ ദേവിയുടെ എല്ലാവിധമായ അനുഗ്രഹ ആശീസ്സും ഉണ്ടാവട്ടെ എന്ന് ദേവി നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ കലാകാരികൾക്കും കലാകാരന്മാർക്കും ഈ നല്ലവരായ ആളുകളുടെ സ്നേഹം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കലാകാരന്മാരെ ആദരിക്കുവാനായി ക്ഷേത്ര സെക്രട്ടറി ശ്രീ മോഹൻ അവറുകൾ ബിന്ദു ഹരീന്ദ്രൻ അവറുകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതാണ്. ആസാമം ശ്രീ മാരിയമ്മൻ ദേവിയുടെ പൊന്നാട അണിയിക്കുവാനായി വനിതാ സെക്രട്ടറി വിജയമാറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവേറ്റുവാനായി ആശ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത കലാകാരിക്ക് പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി ക്ഷേത്ര കമ്മിറ്റി അംഗം വൈസ് പ്രസിഡന്റ് കൂടിയായ സുലേഖ അവറുകളെയും സ്വീകരിക്കുവാനായി മായ അവറുകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ആൾക്ക് പൊന്നാട അണിയിക്കുവാനായി ഷീജ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആശാരാജ് അവറുകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഭാഗ്യനാഥനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവീസന്റെ സംഗീതാർച്ചനയ്ക്ക് മൃദംഗം വായിച്ച അഭിലാഷ് കടവൂർ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുവാനായി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയായ ശ്രീ സദാശിവൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശന സമിതി നിങ്ങൾക്ക് മൊമെന്റ് നൽകുവാനായി രാജ്യങ്ങളുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് ഏറ്റുവാങ്ങുവാനായി ബിന്ദു ഹരിന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശന സമിതിയുടെ ഒരു മൊമെന്റോ നൽകുവാനായി മായ ജയനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് നൽകുവാനായി ശിവു സാറ് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സഞ്ജീവ് കുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുവാനായി മണികണ്ഠൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ദേവീസേനയിൽ എത്തിച്ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ ക്ഷേത്ര പരിസരം ഭക്തസാന്ദ്രമാക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു സംഗീതാർച്ചന അവതരിപ്പിച്ച ഗുരുവായൂർ ക്ഷേത്ര ദർശന സമിതി അംഗങ്ങൾക്ക് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും ക്ഷേത്ര ഭരണസമിതികളുടെയും കൃതജ്ഞത ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വരും നാളുകളിൽ ദേവിയുടെ തിരുവുത്സവ നാളിൽ ദേവീസിന് എത്തിച്ചേർന്ന് സംഗീതാർച്ചന നടത്തുവാൻ ഈ കലാകാരന്മാർക്ക് ആസാമസി മാനിയമിന്ത്യയുടെ എല്ലാവിധമായ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് ദേവി നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു.